UDF ജയിച്ചാൽ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ച കോൺഗ്രസിൽ ആരംഭിച്ചു. ചർച്ചയല്ല, കോൺഗ്രസിനകത്ത് വലിയ തർക്കമായി അത് മാറുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നാണ് തുടങ്ങിയത് എങ്കിലും ഇപ്പോൾ ദില്ലിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഓരോ നേതാക്കളും ഹൈക്കമാൻഡ് നേതാക്കളെ കണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും UDF ജയിക്കുമോ എന്ന വിശ്വാസം UDF നേതാക്കൾക്കില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. 100-ലധികം സീറ്റാണ് ആദ്യം UDF നേതാക്കൾ പറഞ്ഞത്. ഇപ്പോൾ അത് 80-ൽ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ തന്നെ 100 സീറ്റ് ലഭിക്കില്ല എന്ന് പറയുന്നുമുണ്ട്. എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന്. വോട്ടെടുപ്പിന് മുമ്പ് നടന്ന സർവേകളിലെല്ലാം LDFനാണ് മേൽക്കൈ പറയുന്നത്. UDFന് വൻ മുന്നേറ്റം ആരും പ്രവചിക്കുന്നുമില്ല. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന അഭിപ്രായ സർവേയുണ്ട്. അതിൽ പറയുന്നത് 76 സീറ്റ് ഉറപ്പായും LDF നേടും. അതിൽ കൂടാനേ സാധ്യതയുള്ളൂ, കുറയില്ല എന്നാണ്. സെന്റർ ഫോർ ആക്ഷൻ റിസർച്ച് ഇൻ പബ്ലിക് പോളിസി എന്ന സ്ഥാപനമാണ് സർവേ നടത്തിയിരിക്കുന്നത്. അവരുടെ കണക്ക് പ്രകാരം 76 സീറ്റിൽ LDF ജയിക്കും എന്നാണ്. എന്ന് വെച്ചാൽ ഭരണം തുടരും എന്നർത്ഥം. ഭരണം തുടർന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ LDFൽ യാതൊരു തർക്കവുമില്ല. അത് പിണറായി വിജയൻ തന്നെയായിരിക്കും. അപ്പോൾ ആരൊക്കെയായിരിക്കും മന്ത്രിമാർ എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ LDF നേതാക്കളുമായി നടത്തുന്ന ആശയവിനിമയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നിലവിലുള്ള മന്ത്രിസഭ അതേപോലെ തുടരും എന്നാണ്. നിലവിൽ ആരൊക്കെയാണ് ജയിച്ചു വരുന്നത് മന്ത്രിമാർ? അവരൊക്കെ നേരത്തെ കൈകാര്യം ചെയ്ത വകുപ്പുകൾ തന്നെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാകും എന്നാണ്. അതിൽ V ശിവൻകുട്ടിക്കാണ് അല്പം ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ചിലപ്പോൾ മന്ത്രിസ്ഥാനം നൽകിയേക്കില്ല. പകരം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മറ്റൊരാൾ മന്ത്രിയാകും. അതാരാകും എന്ന കാര്യം CPIM തീരുമാനിക്കട്ടെ. V ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിലും കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളായിരുന്നു V ശിവൻകുട്ടി എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് വീണ്ടും പരിഗണിക്കുമോ എന്നതൊക്കെ ആലോചിക്കേണ്ടത് CPIM ആണ്. എന്നാൽ മറ്റുള്ള മന്ത്രിമാർ, ജയിച്ചു വരുന്ന മന്ത്രിമാർക്ക് മന്ത്രിസ്ഥാനം ലഭിക്കും. അതേ വകുപ്പ് തന്നെയായിരിക്കും എന്ന് തന്നെയാണ് CPIM നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. എന്നാൽ CPI നേതാക്കൾ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല. 4 മന്ത്രിമാരാണ് CPIക്കുള്ളത്. 4 മന്ത്രിമാരിൽ ജയിച്ചു വരുന്ന എല്ലാവരും തുടരണമോ അതല്ല എന്തെങ്കിലും മാറ്റം വേണമോ എന്ന കാര്യം പിന്നീട് ആലോചിക്കും. എന്നാൽ 1-2 പേർക്ക് വീണ്ടും അവസരം നൽകാൻ സാധ്യതയുണ്ട് എന്നാണ് CPI നേതാക്കൾ തന്നെ പറയുന്നത്. മറ്റൊന്ന് കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഇത്തവണ ലഭിക്കാൻ സാധ്യതയില്ല. AK ശശീന്ദ്രനും ഇത്തവണ മന്ത്രിസ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. KB ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. റോഷി അഗസ്റ്റിനും ജോസ് കെ മാണി ജയിച്ചു വന്നാൽ റോഷി അഗസ്റ്റിൻ മന്ത്രിയാകില്ല. V അബ്ദുൾ റഹ്മാൻ ഇത്തവണ മന്ത്രിയാകാൻ സാധ്യതയില്ല. തവനൂരിൽ നിന്ന് KT ജലീൽ ജയിച്ചാൽ KT ജലീലിനായിരിക്കും മന്ത്രിസ്ഥാനം എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കൃഷ്ണൻകുട്ടി, ജനതാദൾ നേതാവ് കൃഷ്ണൻകുട്ടിയായിരുന്നു മറ്റൊരു മന്ത്രി. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ല. പകരം മാത്യു ടി തോമസ് ആയിരിക്കും മന്ത്രി എന്ന കാര്യത്തിൽ തർക്കമേയില്ല. എന്ന് വെച്ചാൽ മന്ത്രിമാരെ കുറിച്ചും ഏകദേശ ധാരണ ഇപ്പോൾ തന്നെ LDF ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപ്പുറത്ത് UDF ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന തർക്കം നടക്കുന്നു. അതിനുശേഷം മന്ത്രിമാരാരൊക്കെ ആകണമെന്ന തർക്കം നടക്കും. അതിനുശേഷം വകുപ്പുകൾ ഏതൊക്കെ ആയിരിക്കണമെന്ന തർക്കം നടക്കും. ഇങ്ങനെ വലിയ തർക്കങ്ങളായിരിക്കും ആദ്യത്തെ 6 മാസം ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണമുണ്ടാകില്ല എന്ന് ഏതാണ്ട് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ മറിച്ച് അപ്പുറത്ത് LDF എല്ലാം സജ്ജമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിസഭയും മന്ത്രിമാർക്ക് നൽകുന്ന വകുപ്പുകളും ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം അതുപോലെ തുടരട്ടെ എന്ന നിലയിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. ഉദ്യോഗസ്ഥ തലത്തിൽ എന്ന് വെച്ചാൽ പേഴ്സണൽ സ്റ്റാഫിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം എന്നതിനപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങൾ 2021 ഉണ്ടാക്കിയതുപോലെയുള്ള വലിയ മാറ്റങ്ങളൊന്നും ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് CPM കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത്. 2ാം പിണറായി സർക്കാർ അതുപോലെ തുടരട്ടെ നയങ്ങളും നിലപാടുകളും എന്നാണ് CPIM കണക്ക് കൂട്ടുന്നത്. അതനുസരിച്ച് തന്നെ CPI നിലപാടെടുക്കും എന്ന പ്രതീക്ഷ CPIM നേതാക്കൾക്കുണ്ട്.